എന്താണ് പരിപാടി? കൊറേ ഉണ്ടല്ലോ അത്. ഞാൻ സാറ് ചക്ക തന്നു. 3 ചക്ക തന്നു. വെച്ച് ഒരു ചക്ക നമ്മള് മുറിച്ചല്ല. ഒരു ചക്ക മുറിച്ചിട്ട് കഴിച്ച് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കുറച്ച് പേര് നോക്കാനുണ്ട് ഉണ്ണിയപ്പം. അത് നോക്കിയാലും നിറച്ചു. കുറെ ആൾക്കാർ ഇന്നാളെ ചോദിച്ചായിരുന്നു ഉണ്ണിയപ്പം വേണമെന്ന്. അത് കാരണം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് അവർക്ക്. അങ്ങോട്ട് എടുക്കുവോ? ഓർഡർ ഒന്നും എടുക്കൂല, നമ്മുടെ ആൾക്കാർക്ക് മാത്രം. ചക്ക തന്ന ആൾക്കാർക്ക് പിന്നെ ഉണ്ണിയപ്പം ചോദിച്ചാൽ അവർക്ക് കൊടുക്കും. റെസിപ്പി ചോദിച്ചവർക്ക് കൊടുക്കുവോ? റെസിപ്പി ചോദിച്ച ആൾക്കാർക്കും കൊടുക്കും. വേറെ ആയിരിക്കും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം, ചക്ക ഉണ്ണിയപ്പം. ഓർഡറൊന്നും ഇല്ല, നമ്മുടെ ചോദിച്ചാൽ ആൾക്കാർക്ക് മാത്രം. ചൂടാണ്, പിടിക്കാൻ പറ്റുന്ന ചക്ക ഉണ്ണിയപ്പം കൊടുക്കും. നല്ല ഉണ്ണിയപ്പം ചട്ടി ഉപേക്ഷിച്ച കഴിച്ചിട്ടാണ്. അത് കുഴി, ചെറിയ കുഴി മേടിച്ച് കഴിഞ്ഞപ്പോഴേ ചക്കയൊക്കെ കൊള്ളാം, കൂടുതൽ എണ്ണ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇച്ചിരി ചെറുതായി പോകും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. കുറേ സമയം വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. ഒന്ന് അതിൻ്റെ അകത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത് വെച്ച്, പക്ഷെ പറ്റില്ല. ചക്കര നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചക്കറ്റ് പൊടി കുറച്ചു. റെസിപ്പി ആരാ പഠിപ്പിച്ചത്? തന്നെത്താനെ പഠിച്ചതാണ്. യൂട്യൂബ് നോക്കി പഠിച്ച്. അല്ലാണ്ട് എങ്ങനെ പഠിക്കണ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കണം? വേറെ ആരെയും പഠിപ്പിക്കാൻ? ഇപ്പം ഇത്ര വയസ്സായി, 3 വയസ്സായപ്പോൾ ആരെങ്കിലും പഠിപ്പിക്കാൻ പറ്റും? ഞാൻ തന്നെത്താനെ ചക്ക കിട്ടി. ചക്ക ഉണ്ണിയപ്പം അതാരാണ്? കള്ളം വന്നത്, കള്ളപ്പൂച്ച വന്നത്. മധുരമൊക്കെ കറക്റ്റേ ഉള്ളൂ. എൻ്റെ കയ്യും പോയി. അത് പിന്നെ സ്ഥിരമാണല്ലോ. അല്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൈ കൊള്ളണമെന്നൊരു നേർച്ച. ഇത് ഏത് നേരത്തെ ഉണ്ടാക്കി തീരും. എല്ലാവർക്കും കൊടുക്കണ്ടേ? ഒരു ചക്കയാണ്. ഒരു ചക്ക കൊണ്ട് മുഴുവനും. ഒരു ചക്കയുടെ മുഴുവനും കുറച്ച് പൊളിച്ചപ്പോൾ ഞാൻ കഴിക്കുകയും ചെയ്ത്. കുറച്ച് കഴിച്ചാ? സത്യം പറ. ഒരു പകുതിയെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടാവും. മുറിച്ചപ്പോൾ ബാക്കി അട ഉണ്ടാക്കാൻ എടുത്ത് വെക്കാം. അട ഉണ്ടാക്കും. ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കും.